ഇന്നെന്താ അവിടെ എല്ലാവർക്കും നോമ്പാ? ഭക്ഷണമൊന്നും കാണുന്നില്ല. എടാ നന്ദി വേണം, നന്ദി. ഉണ്ടാക്കിയത് മുഴുവൻ വെട്ടി വിഴുങ്ങുമ്പോഴേ നിങ്ങളെ കൂട്ടത്തിൽ ഒരുത്തനും കൂടി ഉണ്ടെന്ന് ബോധം വേണം. ഞാനിവിടെ നിന്ന് എണീറ്റിട്ട് ഒരു ചവിട്ടാൻ കണ്ടി തരും. മനുഷ്യൻ ഇവിടെ വിശന്ന് ഭ്രാന്തളകി നിൽക്കുമ്പോൾ അവൻ്റെ ഒരു മോങ്ങല്. അത് ശരി. അപ്പോൾ അവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? തമ്പ്രാൻ രാവിലെ മാർക്കറ്റിൽ പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഓഹോ, അയാളെ മാറ്റി വേറൊരു കുക്കിനെ വെക്കാൻ ഞാൻ പലതവണ പറഞ്ഞതാ. ആര് കേൾക്കാൻ? അനുഭവിക്ക്. എൻ്റെ അല്ലോ, വിശക്കുകയാണെങ്കിൽ ഇങ്ങനെ വിശക്കണം. ആ വന്നല്ലോ തമ്പ്രാൻ. ഓ വന്നോ? ബാഗ് ഈ റൂമിൽ വെച്ചോ, മറ്റേ റൂമിൽ മുഴുക്ക ചെയ്ത്താമര. സംഗതി എന്തായാലും മൂപ്പരുണ്ടാക്കണ ഭക്ഷണം കഴിച്ച് ഇപ്പൊ എന്ത് വിഷം കഴിച്ചാലും ശരീരത്തിന് വെക്കൂല. ഇന്നെന്നാൾ പാമ്പ് കഴിച്ചിട്ടേ പാമ്പാണോടെ ചത്തത്. മൂപ്പര ഭക്ഷണത്തിന്റെ കോടാണ് പോലെ. ഊതല്ലേ കേട്ടോ, ഊതല്ലേ. ഓ, മഹാരാജാവ് തിരുമനസിന് മാർക്കറ്റിൽ പോയി വരാൻ എത്രയാണാവോ സമയം വേണ്ടത്? ഇവിടെ പ്രജകൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രായം ഞാൻ നോക്കൂല. കുക്കിന്റെ പണി കൃത്യമായി ചെയ്തില്ലെങ്കിൽ മുട്ടുകാല് കയറ്റിയൊന്നും തരും ഞാൻ. മൈൻഡ് യുവർ വേർഡ്സ്. പാന്റ് ഇൻസൈഡ് ആക്കി നടക്കണ കണ്ടാലേ ഇന്ത്യന്റെ അംബാസഡർ ആണെന്ന് തോന്നും. This is my fashion and favorite. Mind it. എന്നാലും കുഞ്ഞാൻ എന്നോട് ചിങ്ങറ വേണ്ട, ഒന്നും പറയണ്ട. എന്നാലും എനിക്ക് എന്നോട് ചെയ്യാൻ തോന്നിയല്ലടാ. സ്വന്തം നാട്ടുകാരനെ അങ്ങനെ പറ്റിച്ച് മുങ്ങാൻ എനിക്ക് എങ്ങനെയാടാ തോന്നിയത്? മക്കളെ കണ്ണടയാ താരങ്ങൾ കണ്ണീരായി മേഘങ്ങൾ, കണ്ണടയാ താരങ്ങൾ കണ്ണീരായി മേഘങ്ങൾ, കിസ പറയാൻ കൂട്ടുവരൂ രാപ്പക്ഷി നീ, കിനാവിൻ്റെ നാട്ടിലെ
പക്ഷി നീ കണ്ണടയാ താരങ്ങൾ കണ്ണീരായി മേഘങ്ങൾ തീരത്തെ ഇണപ്പക്ഷി നീ അതിരറിയാ മരുഭൂമി അലയാനൊരു സഞ്ചാരി പാഥേയം കൊണ്ടുവരൂ മരുപ്പക്ഷി നീ കിനാവിൻ്റെ നാട്ടിലെ ഇണപ്പക്ഷി നീ കണ്ണടയാ താരങ്ങൾ കണ്ണീരായി മേഘങ്ങൾ കണ്ണടയാ താരങ്ങൾ കണ്ണീരായി മേഘങ്ങൾ കിസ പറയാൻ കൂട്ടുവരൂ രാപ്പക്ഷി നീ കിനാവിൻ്റെ നാട്ടിലെ ഇണപ്പക്ഷി നീ കണ്ണടയാ താരങ്ങൾ കണ്ണീരായി മേഘങ്ങൾ അതെ, ഇല്ല, ചെറിയ എന്തോ ഒരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂ ഒന്നല്ല. അതെ, പോകുന്ന വഴിക്ക് ബോസ് ഇതിലെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഒന്ന് നോക്കട്ടെ. അതെ, 3 പേരെത്തിണ്ട്. ഗുഡ് മോർണിംഗ് സർ. Good morning. Mr. Kumar, what time is flight? 6:30 evening, sir. Okay, so I have to do something before that, so please arrange the interview. Okay? Okay, sir. Hello. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഇന്റർവ്യൂ തുടങ്ങാൻ പോവാണ്. ബോസ് വളരെ ബിസിയാണ്. ഫയൽസ്. സർ. സാജിദ്, യെസ്. കം വിത്ത് മീ. يا خالد أنا كلمته خلاص I will take care. Okay? يلا السلام عليكم. Yes, come in. Sir. Okay, please. Have a seat. താങ്ക് യു. Yeah. Tell me the reason. Why are you looking for a new job? ഫോർ മോർ ബെറ്റർ. Better for you or company? ബോത്ത് സർ. It's okay. We will call you. താങ്ക് യു സർ. Next. Sir. വല്ല പ്രതീക്ഷയുണ്ടോ? നോക്കാം. Let us see. ഷൈജൽ, കം. അല്ല, ഇതിന്റെ റിസൾട്ട് ഇപ്പൊ എന്നാ അറിയാ? 1-2 ദിവസം കൊണ്ടൊക്കെ അറിയാം. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? കാര്യമായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. He has a lot of experience. Okay? Next.
കം. സാർ ഈ ജോലി ഓച്ചാൻ ചെന്നുകൊണ്ടൊന്നും ഇവിടെ കാര്യമില്ല. അതൊക്കെ അങ്ങ് കേരളത്തിലെ ഓഫീസർമാരുടെ മുമ്പിൽ നടക്കുകയായിരിക്കും. 5 വർഷം കൊണ്ട് 10 കമ്പനിയിൽ ജോലി ചെയ്ത ബയോഡാറ്റയോ. ഓക്കെ, കം വിത്ത് മീ. ഗുഡ് മോർണിംഗ് സർ. Good morning. Sit down. താങ്ക് യു. Yeah. Can you speak English? No answer. Hindi, English, Malayalam. You speak Malayalam? യെസ് സാർ. You can go now. Sir. Mr. Kumar, what is this? This is an application? Did you verify this application before bringing to my table? This guy doesn't have any experience. He can't run the business. സോറി സാർ, ഈ റെക്കമെൻഡഡ് ബൈ മിസ്റ്റർ CPR. Who is CPR? CPR runs the business? Or you run the business? I don't mind anything. This is not my risk. You take the risk? നോ സർ, ലെറ്റ്സ് ഗിവ് മി എ ചാൻസ്. A chance? How? You can run the business with these people? I don't mind. That's your responsibility, making money for the company. If you can trust him, fine. Personally, I cannot appoint him. You have to do. I don't accept this. Okay? Carry on. താങ്ക് യു സാർ. Yes. I'm sorry. I'm leaving to Singapore tonight. Yes. ഇരുന്നോ. CPRന്റെ റെക്കമെൻഡേഷന്റെ ബലത്തിൽ ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്യാൻ പോവുക. 3 മാസം സമയം തരാം. അതിനകം മാക്സിമം പെർഫോം ചെയ്ത് കാണിക്കാം. തനിക്ക് വേണ്ടി ബോസിന്റെ മുന്നിൽ വഷളായത് മുഴുവൻ ഞാനാ. തന്റെ പെർഫോമൻസ് ബോസിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കും. മിസ്റ്റർ അനീസ് സർ, കം. ജോലിയൊക്കെ ഒന്ന് പരിചയപ്പെട്ടോളൂ. നാളെ കാലത്ത് 9 മണിക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ? യാ, സെയിൽസിലേക്കുള്ള പുതിയ അപ്പോയിൻമെന്റാ. സർ. ഓക്കെ സർ. ഓക്കെ. ഗൾഫിന്റെ ABCD എന്താണെന്ന് അറിയാത്ത യവൻ സെയിൽസിൽ ഉദ്യോഗസ്ഥൻ. 6-7 കൊല്ലം മുമ്പ് ഗൾഫിലെത്തിയ എനിക്കിപ്പോഴും ഉണങ്ങിയ റിസപ്ഷൻ. നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. ആ ആ